സംസ്ഥാനത്തെ ബാധിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വലിയ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്ര വലിയ കള്ളങ്ങൾ പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ പറയുന്നു. അതിനു മുൻപുള്ള ചിത്രങ്ങൾ ഉടനെ തന്നെ വിതിൻ സെക്കൻഡ്സ് വാർത്താസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങൾ അങ്ങനെ വമ്പിച്ച തോൽവിക്ക് ശേഷം അങ്ങനെ വീണേച്ചിയെ കണ്ടു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വീണേച്ചി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീണേച്ചിയെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. എത്ര ആളുകളുണ്ടെന്നൊന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ വീഡിയോ എല്ലാവരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ഫോളോയും കൂടെ ചെയ്യണം. അപ്പോൾ വീണേച്ചി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, മുഖ്യമന്ത്രി വി ഡി സതീശൻ വായെടുത്താൽ കള്ളമേ പറയൂ, കള്ളനാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് വീണേച്ചി വന്നിരുന്നിട്ട് മെഴുകുന്നത്. അപ്പോൾ ഇത് പറയുന്ന ആളാരാണ്? അപ്പോൾ വീണേച്ചി എന്ന് പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല. പെടലി വീണേച്ചി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്കൊന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ ആ രംഗങ്ങളും ആ സംഭവങ്ങളൊക്കെ. കാരണം അത്രമാത്രം കേരളത്തിനെ പുളകം കൊള്ളിച്ച്, അല്ലെങ്കിൽ കേരളത്തിനെ അത്രമാത്രം ഈ പറഞ്ഞിട്ടുള്ള എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ആളുകൾ ആകാംക്ഷയോടെ കണ്ടൊരു രംഗങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. നമ്മളെ പെടലി വീണേച്ചി ആശുപത്രിയിൽ കിടക്കുന്നതും കഴുത്തിൽ മറ്റേ അതൊക്കെ ചുറ്റിയിട്ടിരിക്കുന്നതൊക്കെ. ഓക്കെ, എന്തായാലും ഞാനിവിടെ വീണേച്ചി മുഖ്യമന്ത്രി വി ഡി സതീശനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് തരാം. അതിനുശേഷം ശീതൾ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഞാൻ വെച്ച് തരാം വീണേച്ചിക്ക്. അപ്പം വീണേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പഴഞ്ചൊല്ല് പറയുമല്ലോ, സ്വന്തം കാലിൽ മന്ത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവൻ്റെ കാലിലെ മന്തിനെ പരിഹസിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് ഞാനിവിടെ കണ്ടത്. എന്തായാലും വീണേച്ചി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടുപോകെ. ശ്രീ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരന്തരമായിട്ട് നുണകൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം സാധാരണ പറയുന്ന നുണകൾ പോലെയല്ല സ്ഥിതി. ഇത് സംസ്ഥാനത്തെ ബാധിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വലിയ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്ര വലിയ കള്ളങ്ങൾ പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ പറയുന്നു. അതിനു മുൻപുള്ള ചിത്രങ്ങൾ ഉടനെ തന്നെ വിതിൻ സെക്കൻഡ്സ് വാർത്താസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വരികയാണ്, സമൂഹ മാധ്യമങ്ങളിൽ വരികയാണ്. അപ്പോൾ ചോദ്യം, എന്തിനാണ് ഒരു വലിയ നുണ പറഞ്ഞുകൊണ്ട് മുൻപുള്ള പരിചയത്തെയും അടുപ്പത്തെയും മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതൊക്കെയോ കാര്യങ്ങൾ ശ്രീ വി ഡി സതീശൻ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും ഒ ജെ ജനീഷ് പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ചേർത്ത് വെക്കാം. വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളും ഒ ജെ ജനീഷ് പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ചേർത്ത് വെക്കാം. എന്താണ് ഒ ജെ ജനീഷ് ആദ്യം പറഞ്ഞത്? 7 ലക്ഷം പേര് ഉണ്ട് സംഘടനയിൽ. ആദ്യം അറിയില്ല എന്നുള്ളത് പറഞ്ഞു. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനല്ല എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ പിന്നെ പിറ്റേ ദിവസം തിരുത്തി പറഞ്ഞു യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്, പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ഒരാളല്ല, സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ടറിവുള്ള ഒരാളല്ല എന്നുള്ളതാണല്ലോ ജനീഷിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ജന്മദിന കേക്ക് മുറിക്കുന്നതിനും അല്ലാതെയും, ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാം, എന്താണ്, നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെ നമ്മളെ കാണാൻ വരുന്ന ഒരാൾ ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കും. സെൽഫി എടുക്കണ്ട എന്ന് ഒരാളും പറയില്ല, അല്ലെങ്കിൽ അത് എടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ സെൽഫി എടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ട്, നിരന്തരമായിട്ട് കാണുന്നു. അതിൽ ഒഫീഷ്യൽ അല്ലാത്ത വീട്ടിനുള്ളിലെ ഉള്ള ഒരു ഡ്രസ്സിൽ വേഷവിധാനങ്ങളിൽ ഉള്ളപ്പോൾ കാണുന്നു. അതായത് അത്രയ്ക്കും സ്വാതന്ത്ര്യമുണ്ട് വി ഡി സതീശൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ നേരിട്ട് കാണുന്നതിന്. തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജില്ലാ നേതൃത്വത്തിലോ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി അല്ല, സംസ്ഥാന നേതൃത്വത്തിന് ഇങ്ങനെ ഒരാളെ നേരിട്ട് അറിയില്ല എന്നുള്ളത് പറയുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് വി ഡി സതീശൻ്റെ വീട്ടിലും ഔദ്യോഗിക വസതിയിലും ഒക്കെ തന്നെ വലിയ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത്തരത്തിൽ അടുത്ത് ഇടപഴകുന്നു. അവിടെയാണ് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉള്ള വലിയ ചോദ്യം വരുന്നത്. എന്തിന് ഇത്ര വലിയ നുണകൾ പറഞ്ഞുകൊണ്ട് ഇത് മറച്ചു വെക്കുന്നു? എന്താണ് അതിലൂടെ മറയ്ക്കാനുള്ളത്? അത് പറയണം കേരളത്തോട്. ആ ചോദ്യത്തിന് ഉത്തരം, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വി ഡി സതീശൻ പറഞ്ഞു. ഇത്ര ഉത്തരവാദിത്വം, ഇത്ര പക്വതയും, ഇത്ര കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കാനും സംസാരിക്കാനൊക്കെ അറിയായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലം ഞാൻ കണ്ടില്ല. സ്വന്തം മേഖലയിൽ പോലും ഒരു കഴിവും തെളിയിച്ചിട്ടില്ലാത്ത ഒരാളാണ് വീണേച്ചി.
പല പല പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് അല്ലേ ആരോഗ്യ മേഖലയിൽ. അപ്പം ഈ വീണേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി VD സതീശൻ വായെടുത്താൽ നുണയെ പറയുമെന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം ആരാണ് കഴിഞ്ഞ 10 കൊല്ലം ഇരുന്ന് നുണ പറഞ്ഞ് കൂട്ടിയെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ വീണേച്ചി പറയുന്നത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ആഭ്യന്തരം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നും ഇല്ലായിരുന്നൂടെ? അല്ല, കഴിഞ്ഞ 10 കൊല്ലം കേരളം ലഹരി മുക്തമായിട്ടുള്ള കേരളമായിരുന്നു. ഇപ്പോഴാണോ കേരളത്തിൽ ലഹരിയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നത് തന്നെ? എന്താ അല്ലേ? ഓക്കെ, എന്തായാലും ഞാനിവിടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബും ഫോളോയും കൂടെ ചെയ്യണം. ഇത് എന്തായാലും ശീതൾ വീണേച്ചിക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നമസ്കാരം. രൂപത്തിലും ഭാവത്തിലും പുതുമകളുമായി വീണേച്ചി വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ വായ തുറന്നാൽ ഡിം. ശ്രീ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരന്തരമായിട്ട് നുണകൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ VD സതീശനെ കുറ്റം പറയുന്ന തിരക്കിലാണ്. മുഖ്യമന്ത്രി വായ തുറന്നാൽ കള്ളം മാത്രമേ പറയൂ എന്നതാണ് വീണേച്ചിയുടെ പ്രധാന പരിഭവം. അങ്ങനെ പരിഭവിക്കാൻ വീണേച്ചി എന്തുകൊണ്ടും യോഗ്യയാണല്ലോ. കാരണം നുണ എന്താണ് എന്നതിനെ കുറിച്ച് ചേച്ചിക്ക് ധാരണ പോലുമില്ല. അത്രയും നിഷ്കളങ്കയാണ്. ചേച്ചിയുടെ വിശ്വവിഖ്യാതമായ പെടലി അതിനൊരു ഉദാഹരണമല്ലേ? പെടലിയാണ് സത്യം. ചേച്ചി സത്യം മാത്രമേ പറയൂ. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു പ്രശ്നത്തിലാണ് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ചേച്ചിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം. ഇത്രയും വലിയ ശൃംഖല ഇവിടെ ഉണ്ട് എന്ന് ചേച്ചിക്കപ്പോൾ അറിയാം അല്ലേ ചേച്ചി? ഇത്രയും വലിയ ശൃംഖല ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചേച്ചിക്ക് അറിയാം. കഴിഞ്ഞ 10 വർഷം ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ ഏത് വാഴയ്ക്ക് കുഴിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു എന്നൊന്നും ആരും ചേച്ചിയോട് ചോദിക്കരുതേ. ഉത്തരം മുട്ടി മുട്ടി ചിലപ്പോൾ ശൗചാലയത്തിലേക്ക് ഓടിക്കളഞ്ഞെന്ന് വരും. കായംകുളം MLA ആയിരുന്ന പ്രതിഭയുടെ മകനും ബിനീഷ് കോടിയേരിയും ഒക്കെ എന്ത് കേസിനാണ് അകത്തായതെന്നും ആരും ചോദിക്കരുതേ. ചേച്ചി പുതിയ മേക്ക് ഓവർ 4 പേരെ കാണിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളായിട്ട് ഇതിനെയൊക്കെ അങ്ങ് കണക്കാക്കിയാൽ മതി. ലഹരിക്കേസിൽ അറസ്റ്റിലായ ആളെ അടുത്തറിയില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ചേച്ചിക്ക് വല്ലാതെ ഫീലായി കളഞ്ഞു. അയാളെ കണ്ടിട്ടേയില്ല, അയാളുമായി യാതൊരു ബന്ധവുമില്ല, അയാളെ അറിയുക പോലും ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയണമായിരുന്നു. അതുമല്ലെങ്കിൽ അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ രീതിയിൽ അന്വേഷിച്ച് പിന്നീട് മറുപടി പറയാം, ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി കിടന്ന് ഉരുളണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞതുകൊണ്ട് ചേച്ചിക്ക് ഉൾപ്പെടെയുള്ള കമ്മികൾക്കിപ്പോൾ ഇരിക്കാനും നിൽക്കാനും ഓടാനും പറ്റുന്നില്ല. ഇങ്ങനെ സുതാര്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഒരു തിരിച്ചുവരവിനുള്ള ഗ്യാപ്പ് VD സതീശൻ ഞങ്ങൾക്ക് തരില്ലല്ലോ എന്ന സമാധാനക്കേടാണ് എല്ലാത്തിനും. പിന്നെ വീണേച്ചി ഉന്നയിക്കുന്ന മറ്റൊരു പരാതി മുഖ്യമന്ത്രിയെ പറ്റി. അതായത് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ആര് എന്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലും അത് മെറ്റയെ കൊണ്ട് മുഖ്യമന്ത്രി ഡിലീറ്റ് ചെയ്യിക്കുന്നു എന്നതാണ്. VD സതീശൻ അത്ര വലിയ പഹയനാണെന്ന് ഇവർ അംഗീകരിച്ചു കൊടുക്കുകയാണോ അതോ കണ്ണടച്ചിരുട്ടാക്കുകയാണോ മനഃപൂർവ്വം ബുദ്ധിയില്ലാത്തതുപോലെ നടിക്കുകയാണോ എന്നൊക്കെയുള്ളത് വേറൊരു കാര്യം. ഒന്നുമില്ലെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റിലല്ലേ VD സതീശൻ കളിക്കുന്നുള്ളൂ. ആളുകൾ ഏത് നിറത്തിലുള്ള അടിവസ്ത്രം ഇടണം എന്ന കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ വരുന്നില്ലല്ലോ. ഉണ്ടോ ചേച്ചി? കറുപ്പ് നിറത്തിലുള്ള കൗബീനം പോലും കണ്ടാൽ കാലിളകുന്ന ഒരു മുൻ മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. ചേച്ചിക്ക് അറിയാൻ വഴിയില്ല. ഒരു കഷണം റൊട്ടിയിൽ നിന്ന് സ്വന്തം വീട്ടിലെ ലിഫ്റ്റ് വരെ രാഷ്ട്രീയത്തിലൂടെ നേടിയെടുത്ത ഒരു പാവം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാതെ ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങാതെ അഴിമതി ഒന്നും നടത്താതെ ചെറിയൊരു ശമ്പളം കൊണ്ട് ഒരു കഷണം റൊട്ടിയിൽ നിന്ന് എങ്ങനെ ഇന്നത്തെ ആസ്തി ഉണ്ടാക്കി എന്നത് ചോദ്യത്തിനിടയില്ലാത്ത ഒരു വലിയ ഉത്തരമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുപോട്ടെ, വീണേച്ചിയിലേക്ക് തിരിച്ചു വരാം. സാമൂഹ്യ വിരുദ്ധരുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടിനെ വല്ലാത്ത ആകുലതയോടുകൂടിയാണ് വീണച്ചേച്ചി നോക്കിക്കാണുന്നത് കേട്ടോ. ആറന്മുളയിൽ പണ്ട് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ഗുണ്ടയെ ചേച്ചി രക്തഹാരം അണിയിച്ച് കയ്യും കൂപ്പി കട്ടൻ ചായയും പരിപ്പുവടയും ഊട്ടി പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച കാര്യമൊന്നും പെടലി സത്യമായിട്ടും ചേച്ചിക്ക് ഓർമ്മയില്ല. പിന്നെ ചേച്ചി ഉന്നയിച്ച ഒരു കാര്യം, മുഖ്യമന്ത്രി VD സതീശൻ മുൻകൈ എടുത്ത് മെറ്റയോട് ചോദിക്കണം ആര് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്തത് എന്ന്. അങ്ങനെ ചോദിച്ചിട്ട് മെറ്റ എന്താണോ മറുപടി തരുന്നത് ആ മറുപടി പ്രസിദ്ധീകരിക്കണം. ഇതൊക്കെയാണ് ചേച്ചിയുടെ. ഓ, ഇവിടെ ശീതൾ പറഞ്ഞ പോലെ വീണേച്ചി എന്താ ഉദ്ദേശിച്ചത്
ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയണമായിരുന്നു, എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാളെ അറിയത്തില്ല എന്ന് പറയണമായിരുന്നു. പക്ഷേ ഇവിടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞു, എനിക്ക് അയാളെ അറിയാം. എടേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ചിലപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് ചിലപ്പോൾ ബന്ധം കാണും. അവർ നമ്മളോടൊപ്പം കൂട്ടുകാരെന്ന നിലയിൽ അല്ലെങ്കിൽ അവരെ അറിയാവുന്ന നിലയിൽ നമ്മൾ കൂടെ പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ വന്നെന്നിരിക്കാം, പല സ്ഥലങ്ങളിൽ ചെന്ന് ഫോട്ടോ എടുത്തെന്നിരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു അറിയാവുന്നതിൻ്റെ ഒരു പേരിലാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷേ ഈ നമ്മളെ കൂടെ ഫോട്ടോ എടുത്ത അല്ലെങ്കിൽ നമ്മളെ കൂടെ പല സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ ലഹരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോഴത്തേക്ക് എങ്ങനെ ആ ഒരു വ്യക്തിയെ കുറ്റം പറയാൻ പറ്റും? അയാളെ കാണിച്ചുകൊണ്ടല്ലല്ലോ ഇതൊന്നും ആരും ചെയ്യുന്നത്. എല്ലാവരും അവരവർ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണിത്. മറ്റുള്ളവർ കാണാതെ ഇതൊന്നും അന്ന് കണ്ടിട്ട് ചെയ്യുന്നതല്ല. അപ്പം ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും വലിയ രാഷ്ട്രീയപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും പറഞ്ഞിട്ടുള്ളത്, പ്രസ് മീറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അയാളെ അറിയാം, അയാളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അയാൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളി അറിയത്തില്ലെന്ന് കള്ളം പറഞ്ഞില്ലല്ലോ. അയാളിനി വീട്ടിലിരുന്നിട്ട് ലഹരി ഉപയോഗിക്കുന്നവനാണ് അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവനാണെന്ന് മുഖ്യമന്ത്രിക്ക് വല്ലതും അറിയാവോ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ അങ്ങനെ ആരും ചിന്തിക്കത്തില്ല. പക്ഷേ ഇത് രാഷ്ട്രീയപരമായിട്ട് എടുക്കുമ്പോഴാണ് ഇത് ഈ വീണേച്ചിയെ പോലുള്ള ചിന്താഗതിയുമായിട്ട് വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങളാവുന്നത്. അപ്പം ഇതൊക്കെ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിലും കഴിഞ്ഞ 10 കൊല്ലം വീണേച്ചിയുടെ പാർട്ടി എന്തുകൊണ്ട് ഭരിച്ചിട്ട് ഇതൊന്നും കണ്ടുപിടിച്ചില്ല, ഇതിനെതിരെ ഒന്നും നടപടിയെടുത്തില്ല. അന്നൊന്നും ആഭ്യന്തരം എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ശീതൾ പറഞ്ഞാൽ ആഭ്യന്തര വാഴകളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇതൊക്കെയാണ് ചേച്ചിയുടെ അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ. കഴിഞ്ഞ 10 കൊല്ലവും പൊതുജനങ്ങൾക്ക് സർക്കാരിൽ നിന്നും അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ കൃത്യമായിട്ട് തെളിവ് സഹിതം നിരത്തിക്കൊണ്ടിരുന്ന കക്ഷികളല്ലേ ഇവര്? ഒരൊറ്റ കള്ളത്തിൽ സർക്കാരിനെ തന്നെ താഴെ ഇറക്കിയ വിദഗ്ധയാണ് സുതാര്യതയെപ്പറ്റിയും ഔചിത്യത്തെപ്പറ്റിയും ഒക്കെ ഈ സംസാരിക്കുന്നത്. ഈ വീണ ജോർജ് പറഞ്ഞ ഒരൊറ്റ കള്ളത്തിന്റെ പുറത്ത് ആഴ്ചകളോളം ജയിൽ ശിക്ഷ അനുഭവിച്ച നിരപരാധികളായിട്ടുള്ള കുറെ ചെറുപ്പക്കാരുണ്ട്. അവർക്കുണ്ടായ നീതി നിഷേധത്തിൽ ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും വ്യസനമുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ചേച്ചി ഉണ്ടോ? എവിടുന്ന്? ലഹരി വ്യാപനത്തിലെ ചേച്ചിയുടെ ബുദ്ധിമുട്ട് കണ്ടു നിൽക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല കേട്ടോ. പിണറായി വിജയന്റെ ഭരണകാലത്ത് വല്ലപ്പോഴും ഓരോ ലഹരിയുടെ പേരിലുള്ള അറസ്റ്റ് ഉണ്ടാവും. പിടിക്കുന്നതൊക്കെ ആഫ്രിക്കക്കാരെയും അന്റാർട്ടിക്കക്കാരെയും ഒക്കെ ആയിരിക്കും. അവരൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ള ലഹരി വ്യാപനത്തെ പറ്റി ഒരു തുടരന്വേഷണമില്ലായിരുന്നു. ലഹരിയുടെ വലിയ ശൃംഖല കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞു. ആ സമയത്ത് ഒറ്റ എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കോൺഗ്രസ്സുകാർ വന്ന് ഓപ്പറേഷൻ തൂഫാൻ വന്ന് എല്ലാത്തിനെയും കൂടോടെ പിടിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ വലിയ പിടിയുള്ളവന്മാരും ഉണ്ടായിരുന്നു. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു നാട് എന്ന് പോലും കേരളത്തിലുള്ളവർ തിരിച്ചറിയുന്നത് സത്യം പറഞ്ഞാൽ ഈ 2-3 മാസത്തിനിടയിലാണ്. എന്നിട്ടും ഇപ്പോഴും ഇവരൊക്കെ നാട് നീളെ നടന്ന് പ്രസംഗിക്കുകയാണ്, മുഖ്യമന്ത്രി കള്ളനാണ്, നുണയെ പറയൂ, കാപട്യമേ കയ്യിലുള്ളൂ. സതീശൻ എന്തും ആയിക്കൊള്ളട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. മുൻ മുഖ്യമന്ത്രിയെ പോലെ കുടുംബ വികസന കോർപ്പറേഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയല്ല അദ്ദേഹം. LKG സെന്ററിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ചൂടോടെ കിട്ടുന്ന ക്യാപ്സ്യൂളുകൾ അണ്ണാക്കിൽ തള്ളി ഇങ്ങനെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ കുറച്ച് ഉളുപ്പൊന്നും പോരാ കേട്ടോ വീണ ചേച്ചി. പിന്നെ ചേച്ചി ഇലന്തൂരുകാർ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് അബോധാവസ്ഥയിലുള്ള ഒരു നെട്ടോട്ടമായിരുന്നല്ലോ ചേച്ചി. അതൊക്കെ മറന്നു കാണും. ഇലന്തൂർ ഗവൺമെന്റ് കോളേജ് ഈ ഓണത്തിന് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാർച്ച് 3, 2026 ഉച്ച കഴിഞ്ഞ് 2:30 ഇലന്തൂരിൽ നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ ചേച്ചി പറഞ്ഞിരുന്നു. ചേച്ചി മറന്നെങ്കിലും കേട്ട നാട്ടുകാർക്ക് അത് നല്ല ഓർമ്മയുണ്ട്. ആ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി പാവപ്പെട്ട അധ്യാപകർ 1 ലക്ഷം രൂപയോളമാണ് അന്ന് മുടക്കിയത്. അനൗൺസ്മെന്റ്, ചെണ്ടമേളം, യൂട്യൂബ് ലൈവ്, ഓഡിറ്റോറിയം വാടകയ്ക്ക്, മൈക്ക് സെറ്റ്, അങ്ങനെ പരിപാടി കൊഴുപ്പിക്കാൻ വേണ്ടതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ അധ്യാപകരുടെ ചെലവിൽ ചുളുവിൽ ഇലക്ഷൻ പ്രചാരണവും നടത്തിപ്പോയ ആള് പിന്നെ അതിനെപ്പറ്റി വായ തുറക്കുന്നത് ദൈവം സഹായിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നുണ എന്താണെന്ന് ചേച്ചിക്ക് അറിയില്ല കേട്ടോ. ചാഞ്ഞ പെടലിയാണ് സത്യം.
പിന്നെ ഒരു കാര്യം, ചേച്ചി ആരോ പറഞ്ഞു കേട്ടതാണ് കേട്ടോ, ഈ നുണ പറഞ്ഞ് ശീലിച്ചവർക്കേ, ആ ശൈലി പിന്തുടരുന്നവർക്കേ മറ്റുള്ളവരാരെന്ത് പറഞ്ഞാലും അതൊക്കെ നുണയായിട്ടേ തോന്നുമെന്ന്. ഏതായാലും വീണേച്ചെങ്കിലും ജനങ്ങൾ തന്ന വിശ്രമ ജീവിതം നന്നായിട്ട് ഉപയോഗിക്കുകയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ത് ചെയ്യാം, എഴുതി കൊടുത്ത് വായിക്കുന്ന ശീലക്കാരനായി പോയില്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അടിയന്തരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രതികരണം തേടിയാൽ പിന്നെ ഈ വീണേച്ചി കാരണം കുറച്ച് ചെറുക്കന്മാർ അല്ലെ കുറച്ച് പ്രവർത്തകർ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം ജയിലിൽ പോയി കിടന്നായിരുന്നു. അതിനെ പറ്റിയിട്ടൊന്നും വീണേച്ചിക്ക് ഈ പറഞ്ഞ പോലെ സംസാരിക്കാനും വയ്യ. അതിൻ്റെ സത്യാവസ്ഥ ഇനിയെങ്കിലും തോറ്റല്ലോ, ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, ഇനിയെങ്കിലും അവരോടൊരു ക്ഷമയെങ്കിലും ചോദിച്ചുകൂടെ, പറഞ്ഞൂടെ? ഒന്നുമില്ലെങ്കിൽ ആ പാവം പിള്ളേരെ കുറച്ച് ദിവസം ജയിലിൽ കയറ്റി കിടത്തിയതാണ്. അപ്പോൾ എന്തായാലും വീണേച്ചി പുതിയ മേക്ക് ഓവറും പുതിയ എന്തൊക്കെ ഉണ്ട്, പുതിയ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്തോ അതോ വെട്ടിക്കളഞ്ഞോ? പുതിയ മേക്ക് ഓവറും കുറച്ച് പുട്ടിയൊക്കെ തേച്ച് വീണേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. എയറിൽ പോകാനായി തന്നെ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് പുട്ടിയൊക്കെ അടിച്ച് വന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് എയറിലോട്ട് കയറ്റി വിട്ടേരെ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവരും ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.